ഹലോ നമസ്കാരം. ഉള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുകിയ സാമ്പാർ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ബീൻസ്, മുരിങ്ങക്ക, തക്കാളി, വെണ്ടയ്ക്ക, കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ശേഷം ഇത് വേവിച്ചെടുക്കാനുള്ള കുക്കർ എടുക്കുക. അതിലേക്ക് 2 പിടി നന്നായി കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, സവാള, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് കൊടുക്കുക. മറ്റ് കഷ്ണങ്ങൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം പിന്നെ നമ്മൾ കുക്കറിൻ്റെ ഒപ്പം ഇതിട്ടടിച്ചാൽ ആ കഷ്ണങ്ങൾ പിന്നെ കാണാനും കൂടി ഉണ്ടാവില്ല. സാമ്പാറിലെ മികച്ചവന്മാരായ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ കണ്ടില്ലെങ്കിൽ അത് സാമ്പാറല്ലെന്ന് തോന്നിയാലോ. അതിനാൽ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളവും ചേർത്ത് ഞാൻ കുക്കർ അടച്ച് 2 വിസിലോടുകൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നന്നായി വേകാൻ 10 മിനിറ്റ് കുക്കറും ആ പച്ചക്കറിയും അവിടെ റെസ്റ്റ് എടുക്കട്ടെ. പിന്നീട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും മുരിങ്ങക്കായും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി മൂടി വെച്ച് വേവിക്കുക. ആ വെന്തതിന് ശേഷം മാത്രം നമ്മുടെ തക്കാളിയെ ചേർക്കാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ തക്കാളിയും കാണാനുണ്ടാവില്ല. ഞാൻ ഇതിലേക്ക് തന്നെയാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായം എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളും പരിപ്പും ചേർക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടി വഴറ്റി ചേർക്കുന്നില്ല, ഇങ്ങനെ പച്ചനെയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് നന്നായി തിളയ്ക്കാൻ വെക്കുക. അത് നന്നായി തിളച്ച് വരുന്നതിന് ശേഷം നമ്മുടെ മല്ലിയില ചേർക്കുക. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. എനിക്കിവിടെ മല്ലിയിലയുടെ ആ മണവും വാസനയൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടുണ്ട്. നല്ല ചൂടൻ ചോറും ഒരു പപ്പടം മാത്രം മതി ഈ സാമ്പാർ കൂട്ടി ഒരു പറ ചോറ് കഴിക്കാൻ. വീട്ടിലെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയാൽ സാമ്പാറില്ലാതെ എന്താഘോഷം എന്ന് പറയും പോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല കോമ്പിനേഷനാണല്ലോ സാമ്പാർ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയുടെ ഒപ്പം സാമ്പാറും കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.